സഖാക്കളെ, ഇവിടെ ഉഷാ ഉതുപ്പിന്റെ പരിപാടി ഇത് CPIM-ന്റെ സമ്മേളനം. ഇവിടെ ഏതാനും വഷളന്മാർ വന്ന് ആ വഷളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലക്ക് സമ്മേളനത്തിൽ പാലിക്കേണ്ട അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിന്റേതായ ലംഘനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നിയാസവും നടത്തേണ്ട ഒന്നല്ല സമ്മേളനം. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഈ സമ്മേളനത്തെ അലങ്കോലപ്പെടുത്തല്ലേ നിങ്ങൾ ചെയ്ത്? ആദരണീയനായ VS ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് ബഹളം വെച്ചത് അത് സംസാരിക്കാൻ ഒരു തടസ്സം ഉണ്ടാക്കിയല്ലേ ചെയ്ത്? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആവേശം നല്ലതാണ്. ആ ആവേശം കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമായിരിക്കണം, കള്ളുകുടിയന്റെ ആവേശമായിട്ട് മാറരുത്. അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമാണ് വേണ്ടത്. അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. അച്ചടക്കം പാലിച്ചിരിക്കാൻ കഴിയണം. എന്താ നിങ്ങൾ ഇവിടെ കാണിച്ചത്? ഇങ്ങനെയാണോ നമ്മുടെ ഒരു സമ്മേളനം നടത്തൽ സാധാരണ? ഇങ്ങനെ ബഹളം വെക്കലാണോ സാധാരണ? ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ബഹളമുണ്ടാകാറുണ്ടോ? ഒരു 19 ആളുകൾ വന്ന് എന്ത് തോന്നിയാസവും കാണിക്കാന്നാണോ? എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? വളരെ നിർഭാഗ്യകരമായൊരവസ്ഥയാണിത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടേതായ ആവേശം ഉണ്ടാവണം. ആ ആവേശത്തിന് നിയന്ത്രണം വേണം. നിങ്ങൾ എന്താണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കലാണോ ഇവിടെ? എന്ത് അസംബന്ധം കാണിക്കാന്നാണോ? എന്ത് അസംബന്ധം കാണിക്കാനുള്ള വേദിയാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ പൊതുയോഗ സ്ഥലം? സാധാരണഗതിയിൽ അച്ചടക്കം പാലിച്ചു പോകണ്ടേ? ആ അച്ചടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്? എന്ത് കാണിക്കാന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഇവിടെ സഖാവ് VS സംസാരിക്കുമ്പോൾ ഒരാളൊരു കുപ്പിയടക്കം ഇങ്ങോട്ട് എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതാണോ നടക്കേണ്ടത്? ആവേശം നല്ലതാണ്, അതിനതിര് വേണം. അച്ചടക്കത്തോടെ ഇരിക്കാൻ കഴിയണം. ഏത് സമ്മേളനത്തിലും കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ചടക്കം പാലിക്കാൻ ആരും തയ്യാറാകും. കമ്മ്യൂണിസ്റ്റുകാരനായാൽ പ്രാഥമികമായ അച്ചടക്ക ബോധം കാണിക്കണം. അകത്തുള്ള കള്ളിന്റെ വീര്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമാക്കി മാറ്റരുത്. ആദ്യം ആ ധാരണ വേണം. ഒരു സമ്മേളനമാകുമ്പോൾ പല തരക്കാരും കടന്നു വരും. പക്ഷേ പൊതുവെയുള്ള നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കണം. ഇവിടെ പാർട്ടി സഖാക്കൾക്കും ഒരു ബാധ്യതയുണ്ട്. ഇത്തരം ആളുകളെ നിയന്ത്രിക്കാൻ തയ്യാറാക്കണം. എന്ത് കൂത്താട്ടവും നടത്താൻ അനുവദിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കണം. വെറുതെ ചുവപ്പ് ഡ്രസ്സിട്ട് നിൽക്കാനുള്ളവരല്ല വളണ്ടിയർമാർ എന്നവർ ധരിക്കണം. നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റാൻ തയ്യാറാകണം. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഇനി മറ്റ് സഖാക്കളെ സംസാരിക്കണം ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ യോഗം ഇതോടെ പിരിയുകയാണ്.